ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാർ, അടുത്ത ചോദ്യം ഇതാണ്. കുളിക്കാൻ ഭയങ്കര ഭയം തോന്നുകയാണ്. അപ്പം മടി, അപ്പം അത് കുളിക്കാനുള്ളൊരു ഭയം ഇപ്പം നമ്മൾ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു, എനിക്ക് ഈ അടുത്ത് ഇങ്ങനെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു അനുഭവം ഞാൻ കേട്ടു. കുളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാൻ വരുന്നില്ല മകള്. അപ്പം അതെന്താണ് എന്നുള്ളതാണ് സാർ. അത് ഭയങ്കര ഒരു പ്രശ്നം, പേടി ഒക്കെ ആയിട്ട്. ഇത് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ കുളിക്കാനുള്ളൊരു ഭയത്തിന് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ അതിനൊരു വേർഡാണ് അബ്ലൂട്ടോഫോബിയ. അപ്പോൾ അത് കുളിക്കുന്നതിനെ മാത്രം, അല്ലെങ്കിൽ കഴുകുന്നതിന്, വൃത്തിയാക്കുന്നതിന്, വെള്ളം എന്ന് പറയാൻ പറ്റില്ല, വൃത്തിയാക്കുന്നതിന് ഒക്കെ കാണുന്ന അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടില്ല. എന്നാലും കുളിക്കുന്നതിനും ആ വെള്ളം തന്നെ നമുക്ക് പറയാൻ വേണമെങ്കിൽ അതിനോടുള്ള ഒരു അവേർഷൻ, അതിനുള്ളൊരു ഭയം, ഒരു ഫോബിയാണ് അബ്ലൂട്ടോഫോബിയ എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് പലതിനായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് റീസൺ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുളിക്കാൻ മടി കാണിക്കുന്നു പറഞ്ഞാൽ ഇതുകൊണ്ട് മാത്രം ആവണമെന്നില്ല. ഈ ഒരു ഫോബിയനെ കൊണ്ടാണെങ്കിൽ ആവാം. അത് ഒരു വിഭാഗം ആളുകൾക്ക്, പക്ഷെ വളരെ അസാധാരണമായിട്ടാണ് ഈ ഒരു ഫോബിയ നമ്മുടെ അടുത്തൊക്കെ പ്രസൻറ്റ് ചെയ്യാറ്. പക്ഷേ കൂടുതലും കാണുന്നത് വേറെയും കുറേ കാര്യങ്ങളായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ OCD എന്ന് പറഞ്ഞൊരു കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ മുമ്പൊക്കെ പല എപ്പിസോഡ്സിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ അമിത വൃത്തി, അതിൻ്റെ ഭാഗമായിട്ട് പേടിയല്ല ഉണ്ടാവുക, അതിനോട് മടി കാണിക്കും. ഈ വൃത്തിയാക്കണം തോന്നുന്നതുകൊണ്ട് കുറേ സമയം എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ്. ഇതിപ്പോൾ നമുക്കൊരു ഫോബിയ, പേടിയാണ് കുളിക്കാനുള്ള. അപ്പോൾ ചില ആളുകൾക്ക് അത് ഡെവലപ്പ് ചെയ്ത് ഇത് അങ്ങനെ അതിലേക്ക് ആയേക്കാം. തോട്ട് ഡിസ്റ്റർബൻസ് ആണല്ലോ ഈ മാനസിക രോഗങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ചിന്തയിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഫോബിയസ് ഒക്കെ വരുമ്പോൾ അതിങ്ങനെ ചിന്തിച്ച് അവർ പിന്നെ തീരും അത് കുറച്ച് കാലം അതിന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് രണ്ടാമത്തെ ആക്ഷനിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ നമ്മളത് പുഷ് ചെയ്ത് നമ്മൾ ERP എന്നൊക്കെ പറയും, എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വേണം നമുക്ക് ആ ഫോബിയ എന്ന് മാറ്റിയെടുക്കാൻ. കാരണം ആ ഉള്ള പേടി അതിലൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് അവരെ മൈൻഡിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് മാറിക്കിട്ടണം. അപ്പോൾ അതങ്ങനെ ശരിയാക്കി എടുക്കണം. പക്ഷെ അത് തുടക്കത്തിൽ നമ്മൾ നിസ്സാരാക്കി എടുത്തു കഴിഞ്ഞാലും പിന്നീട് അത് ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ പ്രശ്നമായി മാറും. കുളിക്കണ കാര്യം നമുക്ക് തുടക്കത്തിൽ പറയുമ്പോൾ നമുക്കൊരു ചിരിയായിരിക്കും, തമാശയായി തോന്നിയെങ്കിലും പക്ഷെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തും. ഇപ്പോൾ പല ക്രോണിക് ആയിട്ടുള്ള മാനസിക രോഗികളടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ കുളിക്കലൊന്നുമില്ല. അത് ചിലപ്പോൾ ഈ ഫോബിയ മാത്രമാവണമെന്നില്ല. അവരുടെ അസുഖത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തോട്ട് ഡിസ്റ്റർബൻസിൽ വരുന്ന സ്കിസോഫ്രെനിക് പേഷ്യൻസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ മുടിയടക്കം ഇങ്ങനെ കെട്ടുപിടിച്ചിട്ട് എന്തായാലും പറയും ജഡ എന്നൊക്കെ പറയും. അങ്ങനെയുള്ളതും കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥ ഉണ്ട്. കാരണം അത്രയും വൃത്തികേടായി. കാരണം അത് കഴുകലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ആ ഒരു അവസ്ഥ എത്തി. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ കെയർ ചെയ്ത് ട്രീറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ എന്നുള്ളത് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ കൂടി ഉണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം. അതനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് ചിലപ്പോൾ ചില കൗൺസിലിങ്ങിലൂടെയൊക്കെ കറക്റ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ വേറെ ചില തോട്ട് ഡിസ്റ്റർബൻസിൻ്റെ ഭാഗമായിട്ടുള്ളതും അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നത്, അതിനോട് തോന്നൽ വരാതിരിക്കുന്നതൊക്കെ ആണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ചില ആൻറ്റിസൈക്കോട്ടിക് മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് വേണം. മെഡിസിൻ കൊടുത്തെങ്കിൽ മാത്രമേ അതിന് റെസ്പോണ്ട് ചെയ്യുള്ളൂ, മാറ്റങ്ങൾ വരികയുള്ളൂ. അത് നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഏതാണ് കാറ്റഗറി എന്നുള്ളത് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറയും. അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ ഈ ചില കാര്യങ്ങളല്ലേ, ചില ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ അവിടെ രജിസ്റ്റർ ആയി നിൽക്കുന്നുണ്ടെങ്കിലും ഈ വെള്ളം കുളിക്കുന്നതിന് അങ്ങനെ ഡെഫിനറ്റ്ലി ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ പല മീഡിയാസിൽ നിന്നും പല പത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അപ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിലും അത് നമ്മളെ ഉത്ബോധ മനസ്സിൽ എവിടെയോ തങ്ങിക്കിടക്കുന്നുണ്ടാവും. അതിനെ ട്രിഗറിങ് എന്തെങ്കിലും തരത്തിൽ വരുമ്പോൾ അതായിട്ട് കോറിലേറ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ നേരെ ചെവ്വേ ഒരാളോട് ചോദിച്ചാൽ അദ്ദേഹം അതിന് ആൻസർ പറയില്ല. പക്ഷേ പിന്നെ നമ്മൾ കൂടുതൽ ചോദിച്ചാൽ അപ്പോൾ പറയും എൻ്റെ ഒരു അയൽവാസി കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ടിൻ്റെ മകൻ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതെനിക്കറിയാം, അതിപ്പോൾ എനിക്കും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, അതാണ് ഇതിൻ്റെ സിഗ്നലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം. സാർ, പിന്നെ നമ്മുടെ പ്രേക്ഷകർ ചോദിച്ച ചോദ്യം ഒന്നാണ്, ഹൗ ക്യാൻ ഐ ടേക്ക് കെയർ ഓഫ് മൈ മെൻ്റൽ ഹെൽത്ത്, എങ്ങനെയാണ് എന്നുള്ളത്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ മാനസിക ആരോഗ്യം കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനം മനസ്സമാധാനം. മനസ്സിലായി. അപ്പോൾ നമ്മളെപ്പോഴും പറയും
എന്തുണ്ടായിട്ട് എന്താ മനസ്സമാധാനം വേണ്ടെന്ന്. അതെ, സത്യമല്ലേ? കാരണം നിങ്ങൾക്ക് ഇനി എത്ര പൈസ കിട്ടിയിട്ടും കാര്യമില്ല, എന്ത് വലിയ ജോലി കിട്ടിയിട്ടും കാര്യമില്ല, നിങ്ങൾക്കൊരു സമാധാനം കിട്ടാത്തൊരു അന്തരീക്ഷമാണ് നിങ്ങൾ വീട്ടിലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്ന പശ്ചാത്തലത്തിലെങ്കിൽ അതില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് സെറ്റ് അങ്ങനെ ട്യൂൺ ചെയ്തിട്ട് ചെറുപ്പത്തിലേ അങ്ങനെ വന്നതായിരിക്കണം. നിങ്ങൾക്കതൊന്നും ഒരു ബോധമല്ല. എന്ത് നടന്നാലും പ്രശ്നമില്ല, എവിടെ നടന്നാലും പ്രശ്നമില്ല. പക്ഷെ നമ്മളെന്ന കൾച്ചർ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ജനിച്ച് നമുക്കൊക്കെ നമ്മളൊരു വീട്ടിലും കുടുംബത്തിലൊക്കെ അച്ഛനമ്മ മക്കളൊക്കെ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു പശ്ചാത്തലത്ത് വന്നതാണ്. അപ്പോൾ നമുക്ക് തന്നെ അത്തരം ആ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ വളർന്നു വന്ന നമ്മൾക്ക് അത്തരത്തിലുള്ള കെയർ കിട്ടിയില്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ പലപ്പോഴും ടെമ്പററി ആയിട്ടുള്ള ചില മാർഗ്ഗങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് അതൊരിക്കലും ലാസ്റ്റിംഗ് ആവില്ല. കുറേ പണം തന്നെ ഇപ്പം നിങ്ങൾ കുറേ പണം കിട്ടുന്ന പല മാർഗ്ഗങ്ങളുണ്ടാവും. ആ മാർഗ്ഗങ്ങളെല്ലാം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുമോ? എന്തുകൊണ്ട് അഡോപ്റ്റ് ചെയ്യണില്ല? അത് നമ്മളെ കൾച്ചറിന് പറ്റില്ല, നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. പല മാർഗ്ഗങ്ങളുണ്ട്, കള്ളത്തരങ്ങൾ, സ്മഗ്ലിങ്, പലതിലൂടെയും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ആയിരങ്ങളൊക്കെ ഉണ്ടാവും. ഏതോ ഒരു സ്റ്റെപ്പ് തെറ്റി ചിലപ്പോൾ വീഴുന്നവരും ഉണ്ടാവും. ചില ആളുകൾ, നമുക്കറിയാം ചില വ്യക്തിത്വങ്ങളൊക്കെ നമ്മൾ പറയും എങ്ങനെ ഇയാൾ അതിൽ പെട്ടത്, എന്തെങ്കിലും കേസിലൊക്കെ പിടിക്കപ്പെട്ട് പത്രത്തിൽ ഫോട്ടോ കാണുമ്പോൾ ഞാനൊക്കെ പലപ്പോഴും അതിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയുന്നൊരു വ്യക്തി എങ്ങനെ ഇയാൾ ഇതിൽ പെട്ടത്. അപ്പോൾ അയാൾ ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ എന്തെങ്കിലും പ്രോബ്ലം, പക്ഷേ മെജോറിറ്റി ആളുകൾ അത് ചിന്തിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് വീഴാതിരിക്കാൻ നോക്കും. കാരണം നമുക്ക് അത് വേണ്ട, നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു കൾച്ചറുണ്ട്. അതിനൊരു കോട്ടം തട്ടിക്കൊണ്ട് നമ്മളെ ബാക്കിയുള്ളവർക്കൊരു തടസ്സമായിക്കൊണ്ട് നമുക്ക് അങ്ങനെ വേണ്ട, എൻ്റെ ജീവിതം ഇങ്ങനെ കഷ്ടിമുട്ടി രക്ഷപ്പെടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, എന്നാലും അതാണ് വേണ്ടത്. നമ്മളൊക്കെ സാധാരണ നമ്മൾ തമാശക്കായിട്ടാണെങ്കിൽ, വലിയ സീരിയസ് അല്ലാത്ത രീതിയിലാണെങ്കിൽ പറയാറുണ്ട്, ഒരു സാധാരണക്കാരന് കിട്ടുന്ന ഒരു സന്തോഷം ചിലപ്പോൾ വലിയൊരു മുതലാളിക്ക് കിട്ടില്ല. എന്താ വെച്ചാൽ അയാൾ പറയാറുണ്ടല്ലോ സാധാരണ നമ്മൾ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ജോലി കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു 500 രൂപ അല്ലെങ്കിൽ 700 രൂപ 1000 രൂപ കൂലി കിട്ടുന്നതാണെങ്കിലും അദ്ദേഹത്തിന് മിച്ചമായിട്ടൊന്നും എടുത്തു വെക്കാനോ ഡെപ്പോസിറ്റ്സിലേക്കൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ സാധനങ്ങളൊക്കെ വാങ്ങി കുട്ടികൾക്കും എല്ലാവർക്കും കൊണ്ടുവന്നാലും അതിലുള്ളൊരു സംതൃപ്തി ഉണ്ടല്ലോ, ആ സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. അയാൾക്ക് ഡെപ്പോസിറ്റ്സ് ഒന്നുമില്ല, നാളത്തിനെ പറ്റി എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓക്കെ ദൈവം കാത്തോളെന്ന് പറയേണ്ടി വരും ചിലപ്പോൾ, മനസ്സിലായില്ല. അപ്പോൾ അതിന് ആളുകളും കൂട്ടുകാരും ഫ്രണ്ട്സുകളും ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ ദിവസം സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. മറ്റേത് നമ്മൾ കോടികൾ എൻ്റെ കയ്യിലുണ്ടാവും, പക്ഷേ എനിക്ക് സ്വസ്ഥമായിട്ട് അത് വെക്കാൻ പറ്റുന്നില്ല, ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഉപയോഗിച്ചാൽ ടാക്സ് പ്രശ്നം, അവിടെ പിടുത്തം, അവിടെ ചെക്കിങ്, ഡൊണേഷൻകാർ വേറെ വരുന്നു, ഇതെല്ലാവരും സാറ്റിസ്ഫൈ ആക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ടെൻഷൻ. എന്നിട്ടോ വീട്ടിലാണെങ്കിലൊരു നല്ലൊരു സമാധാനം കിട്ടുന്നില്ല. വീട്ടിലും കുട്ടികൾ സംതൃപ്തനാണോ? അല്ല. വൈഫ് സംതൃപ്തിയാണോ? അല്ല. പിന്നെ ആരാണ് സംതൃപ്തി? പേരൻസ് ആണോ? അല്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ധ്യാനിക്കണം? അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് നിലനിർത്താൻ കഴിയുള്ളൂ. അത് ബാലൻസ്ഡ് ആണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കുടുംബം. അതുപോലെ തന്നെ നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലം, അവിടെ നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. നിങ്ങൾക്ക് എത്ര ജോലി കിട്ടിയിട്ടും കാര്യമില്ല. ഇപ്പോൾ നിങ്ങളൊരു മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, ആ സ്കൂളും അവിടുത്തെ പ്രൊമൈസസും അവിടുത്തെ കുട്ടികളും അവിടുത്തെ പാരൻസും കുട്ടികളുടെ പാരൻസും ടീച്ചേഴ്സും നിങ്ങളുടെ കൊളീഗ്സും എല്ലാവരുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ സാലറി കുറച്ച് കുറഞ്ഞാൽ പോലും. ഇപ്പോൾ നമുക്കറിയാം അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ സാലറികളൊക്കെ കുറവാണ്, പക്ഷേ എന്നാലും പലരും പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു സംതൃപ്തി കൂടി, നമ്മളൊരു പാഷൻ അവിടെ അത് നടന്നു കിട്ടുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ്, അതിന് കിട്ടുകയാണ്. പിന്നെ ഇവരുടെ എല്ലാവരും മുഖങ്ങളും ഇവരൊക്കെ സംതൃപ്തിയും ഇവരുടെ സാറ്റിസ്ഫൈഡ് ഫേസൊക്കെ കാണുമ്പോൾ നിങ്ങളിലും അതിലുണ്ടാക്കുന്നൊരു അനുഭൂതിയാണ്. അപ്പോൾ ഇതൊക്കെ പാടെ കൂടി വരുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു ജീവിതം, ഒരു മനസ്സമാധാനത്തോടെ എടുക്കാൻ പറ്റുള്ളൂ. സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല സാർ. ഇതേമാ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പ്രോഗ്രാമിന് പോയ സമയത്ത് മൈസൂർ പാലസിൻ്റെ മുന്നിൽ നല്ല മഴ, ഭയങ്കര മഴയാണ്. അപ്പോൾ ഒരു ഫ്ലെക്സ് മാത്രമേ ഉള്ളൂ, അതിലൊരാൾ സുഖമായിട്ട് ഉറങ്ങുക, ഭയങ്കര മഴയാണ്, സുഖമായിട്ട് ഉറങ്ങുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, സാറ് പറഞ്ഞു അയാൾക്ക് വേറെ ഒന്നും ഒരു ചിന്തയില്ല, ലോൺ അടയ്ക്കാനില്ല, അല്ല അങ്ങനെയല്ല പറയുന്നത്. ഒരുപാട് സാറ് പറഞ്ഞു അപ്പം ഉറങ്ങാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അയാൾ ഏറ്റവും നല്ല, അല്ലേ? തീർച്ചയായിട്ടും അതതിൻ്റെ റെസിസ്റ്റൻസ് അയാൾ കിട്ടിക്കഴിഞ്ഞു. ഇപ്പം തന്നെ നമ്മൾ പറയാറുണ്ട്, നമ്മളിപ്പോൾ നിങ്ങളൊരു പ്രഗ്നൻസി പീരീഡിലൊക്കെ നിങ്ങൾ വളരെ കെയർ ചെയ്തിട്ട് ഓരോ ഇഞ്ചെക്ഷൻസും പരിപാടികളൊക്കെ അടിച്ചു വരുന്നു. നമ്മൾ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന എത്ര നാടോടികളായിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവർ വളരെ വൃത്തിഹീനമായ രീതിയിലൊക്കെ കാണാം. അവർക്കുണ്ടാകുന്ന അസുഖങ്ങൾ അത്രയൊന്നും ചിലതൊന്നും കാണുന്നില്ല. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള റെസിസ്റ്റൻസ് അവരുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. നമ്മളെ ബോഡിയിൽ അതിനുള്ള റെസിസ്റ്റൻസ് വന്നിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ചില കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായി മരണങ്ങളൊക്കെ അടയുന്നുണ്ടാവും, നമ്മൾ അറിയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയാണ്. കാരണം അവർ നടത്തും ഭാവങ്ങളൊക്കെ കണ്ടാൽ നമുക്കറിയാം അതിനെപ്പറ്റിയൊന്നും അവർ ബോധയുടെ അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സമാധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കണം.
ആ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മെൻ്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ അത് നമ്മൾ ശാരീരിക രോഗങ്ങളിലേക്കും എത്തും. സ്വാഭാവികമായിട്ടും എനിക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥത നേരിടുമ്പോൾ എൻ്റെ എൻ്റെ ബ്രെയിൻ സെല്ലിലൊക്കെ വരുന്ന ഡാമേജ് ഞാൻ ആദ്യം തുടക്കത്തിൽ ദൃശ്യത്തിൽ കാണുന്നില്ല എന്നുള്ളൂ. പക്ഷേ അത് ചെറിയ ചെറിയ ക്ഷതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിങ്ങനെ ഓരോ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് അടക്കാം, മറ്റ് പല അസുഖങ്ങളിലേക്ക്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് നിങ്ങളൊരു കാർഡിയോളജിസ്റ്റിനെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇ സി ജി ഒക്കെ എടുത്തു, അത് കഴിഞ്ഞ് എക്കോ ട്രെഡ്മില്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലെ പ്രശ്നങ്ങൾ കണ്ടാൽ അതൊക്കെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയും. അതിൻ്റെ കൂടെ ഒരു ചോദ്യം ഡെഫിനറ്റ്ലി യു ക്യാൻ എക്സ്പെക്ട് എന്തെങ്കിലും വീട്ടിൽ ടെൻഷൻ ഉണ്ടോ, കാരണം അതും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ഡയബറ്റോളജി കേസാണെങ്കിലും ഒരു പ്രമേഹം, നമ്മൾ സാധാരണ നാഷണൽ ഡിസീസിനെ പോലെ കാണുന്ന ഒരു അസുഖമാണ് ഇപ്പോൾ പ്രമേഹം. ആ പ്രമേഹത്തിന് കണ്ടാലും ആ പ്രമേഹത്തിൻ്റെ കാര്യത്തിലും ചോദിക്കും ടെൻഷനൊക്കെ ഉണ്ടോ. ടെൻഷൻ ഈ പ്രമേഹം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എല്ലാ കാര്യത്തിനെയും കോറിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാത്തിനെയും കണക്ടിവിറ്റി ഉള്ള കാര്യമാണ് ഈ ടെൻഷൻ, ഇൻറ്റേർണൽ ടെൻഷൻ. നമ്മൾ പെട്ടെന്ന് പ്രകടമായി കാണില്ല എന്നുള്ളൂ. പക്ഷേ ചിലവരത് കാണിക്കാതിരിക്കാൻ നിങ്ങളത് പുറത്തോട്ട് വേഗം മറച്ചു വെക്കും മാക്സിമം ആളുകളിലൊക്കെ. പക്ഷേ ഇൻറ്റേർണലായിട്ട് നിങ്ങൾക്ക് കുറേ വ്രണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും പുറത്ത് കാട്ടുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കിയാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഘടകമാണ് മാനസികാരോഗ്യം, മെൻ്റൽ ഹെൽത്ത്. പിന്നെ അതിൻ്റെ ഒരു ഡിഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാൽ മറ്റുള്ള ആരോഗ്യങ്ങളൊക്കെ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലും ഇത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ പ്രകടനങ്ങളിലൂടെയും നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും നിങ്ങളെ പെരുമാറ്റ രീതിയിലൂടെയൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യണത്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തി അനുഭവിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ അത് പുറത്തോട്ട് പറഞ്ഞോളുന്നില്ല. പക്ഷേ നിങ്ങളോട് അടുത്തൊരു വ്യക്തിയാണ് ഞാനെങ്കിൽ എനിക്കറിയാം രശ്മിയുടെ ക്യാരക്ടർ ഇങ്ങനെയല്ല, സംതിങ് റോങ് എന്തോ ഒന്നുണ്ട്. സാധാരണ രശ്മി ഇങ്ങനെയല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ആ രീതിയിലൊക്കെ മാറ്റം വന്നിട്ട് സംതിങ് റോങ് എന്തോ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒഴിഞ്ഞു മാറും. പിന്നീട് ഞാനതിങ്ങനെ ചോദിക്കുമ്പോൾ പറയും. അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത ബന്ധുക്കൾ, അമ്മ, അടുത്ത സഹോദരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്കാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ അതിനൊരു ഹെൽപ്പ് തേടുകയാണെങ്കിൽ നമുക്ക് അതിന് റിക്കവറി നേടി നമുക്ക് പൂർണ്ണ പഴയ രീതിയിലേക്ക് എത്തിപ്പെടാനൊക്കെ സാധിക്കും. ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനിയും ഒരുപാട് പേര് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.